ഒന്ന് ഈ പറയപ്പെടുന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ തടവും ശിക്ഷയും ലഭിക്കാവുന്ന രീതിയിൽ CBIയോ അതല്ലെങ്കിൽ EDക്കോ അന്വേഷണം ആകാം. ഈ റിപ്പോർട്ടിൽ പറയപ്പെടുന്ന കാര്യമാണ്. എന്തുകൊണ്ട് CBIക്കും EDയും അതുമായി ബന്ധപ്പെട്ട ആവേശം കാണിച്ചില്ല? സോണിയാഗാന്ധിയുടെ പിറകെയും കെജ്രിവാളിന്റെ പിറകെയും UPA നേതാക്കന്മാരുടെ പിറകിലും പ്രതിപക്ഷ നേതാക്കന്മാരുടെ വീടുകളിലും തെരഞ്ഞുപിടിക്കുന്ന ED ഇന്ത്യയിൽ രണ്ട് വീടുകളിൽ മാത്രം കയറുന്നില്ല. ഒന്ന് ഹൈദരാബാദിലെ ഒവൈസിയുടെ വീട്ടിലും, രണ്ട് പിണറായി വിജയന്റെ വീട്ടിലും മാത്രം EDക്ക് കയറാൻ ഒരു പ്രത്യേകതരം സ്നേഹമാണ്, കയറത്തില്ല. ഇവിടുത്തെ പ്രശ്നം ഒരു മിനിറ്റ്, എന്തിനാ സാർ ഇടയിൽ കയറുന്നത്? ഞാൻ നിങ്ങൾ കയറി അഴുക്കും പുഴുക്കും കേട്ടോണ്ട് നാളല്ലേ? അല്ല, നിങ്ങൾ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. ശ്രീ സുരേഷ്, ഇനി നമുക്ക് സമയമില്ല. താങ്കൾ നിശബ്ദനായിരുന്നേ പറ്റൂ. ശ്രീ സുരേഷ്, ഞാൻ 3 പേർക്കും സമയം പറഞ്ഞു. അത് തകിടം നിശബ്ദനായിട്ട് ഇരുന്നില്ലെങ്കിൽ സുരേഷ് എന്ന് സംസാരിക്കില്ല. അതിന് വേറെ ആളോ നോക്കട്ടെ. രണ്ടാമത്തെ കാര്യം, രജിസ്ട്രാർ ഓഫ് കമ്പനീസുമായി ബന്ധപ്പെട്ടതായി ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന രേഖകൾ പ്രകാരം മാധ്യമങ്ങൾ കാണിച്ചു തുടങ്ങി, നിങ്ങളും കാണിച്ചു തുടങ്ങി. മുഖ്യമന്ത്രിയുടെ പേരും ബന്ധപ്പെടുത്തിയിട്ടാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് തന്നെ മറുപടി പറയേണ്ടി വരും. ഇനി എന്തുകൊണ്ടാണ് ഒത്തുതീർപ്പെന്ന് ഞങ്ങൾ പറയാൻ കാര്യമെന്ന് നോക്കൂ. നേരത്തെ ലാവ്ലിൻ കേസ് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചേട്ടനും മൈനും കൂടെ നിന്നിട്ട് പറയുന്നതിന്റെ ബാക്കി പത്രമാണ് 33ാമത്തെ തവണയും ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നത്. നിങ്ങൾ നോക്കൂ, സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചു. ഒരു മിനിറ്റ്, സ്വർണ്ണക്കടത്ത് കേസ് വന്നു, ഹവാല കേസ് വന്നു, ഡോളർ കടത്ത് കേസ് വന്നു, എല്ലാം ഒത്തുതീർപ്പാക്കി കൊടുത്തു. അതിനുശേഷം സുരേന്ദ്രനെതിരായി, BJPയുടെ സുരേന്ദ്രനെതിരായി ഇവിടെ കൊടകരയിലെ കുഴൽപ്പണ കേസ് മകനെയും സുരേന്ദ്രനെ കൊടുക്കുന്ന എല്ലാ രേഖയും വന്നു, ഒത്തുതീർപ്പ്. കരിവണ്ണൂരിലെ ബാങ്ക് തട്ടിപ്പ് കേസ് വന്നു, ഒത്തുതീർപ്പ്. സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അവന് പണം കൊടുത്തുമായി ബന്ധപ്പെട്ട് കേസ് വന്നു, ഒത്തുതീർപ്പ്. NDAയിലെ CK ജാനുവിന് പണം കൊടുത്തുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെതിരായിട്ട് ആരോപണം വന്നു, ഒത്തുതീർപ്പ്. എല്ലാം ഒത്തുതീർപ്പ്. ഇതും ഒത്തുതീർപ്പാക്കും. തൃശൂർ സീറ്റ് ജയിപ്പിച്ചു കൊടുക്കാമെന്ന് കരാറുണ്ടാക്കി. പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. ശ്രീ സുരേഷ്, ഇതുവരെ അന്യോന്യം വന്ന ഒരു കേസിലും CPM BJPയെയോ BJP CPMനെയോ നോവിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ ആരോപണം. നിങ്ങളുടെ മറുപടി എന്താണ്? ഇതെങ്ങനെ കൈ കൊരുത്ത് പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? അനിയനും ചേട്ടനും കൂടി കൈകൾ ഇങ്ങനെ കൊരുത്ത് പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? ശ്രീ ഷഫീർ, ശ്രീ സുരേഷ് പറയട്ടെ. ഒരു മിനിറ്റ്, ഇതുപോലെ ഇല്ല, ഇനി മിനിറ്റില്ല. ശ്രീ സുരേഷ്, താങ്കൾ പറയൂ. BJP മുഖ്യമന്ത്രിയെ ലോകത്ത് കാണാൻ പറ്റുമോ? ഷാനി, കൈയും കൈമടക്കും കണ്ടാൽ കറങ്ങി വീണു പോകുന്നവർ മഹാത്മാഗാന്ധിയുടെ പേര് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടു നടക്കുന്ന കോൺഗ്രസുകാരാണെന്നും അതിന്റെ പേരിൽ കോടികൾ വെട്ടിച്ചതിന്റെ പേരിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്നും കോടതി കൂട്ടിനകത്ത് കയറിയിറങ്ങി പ്രതിയായിട്ട് നിൽക്കുന്ന ചരിത്രമൊന്നും ഈ സമയത്ത് അവസാന നിമിഷം ഞാൻ ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ശ്രീ ഷഫീർ, താങ്കൾ തന്നെ പറഞ്ഞ മര്യാദ താങ്കൾ പാലിക്കണം. ശ്രീ ഷഫീർ. ശ്രീ സുരേഷ്, ഇവിടെ നാണവും മാനവും ഇല്ലാത്ത കോൺഗ്രസുകാരന്മാർ ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. കർണാടക സർക്കാർ CBI അന്വേഷണം നടത്താൻ തയ്യാറാണോ? ഇങ്ങനെയുള്ള ഷാനി, ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചെടുത്ത് ഈ പേപ്പട്ടികളെ വെച്ച് ചർച്ച ചെയ്യിപ്പിക്കാതിരിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ബഹളം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന ഒരു സ്റ്റുഡിയോയിലാണ്. മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പോലും നിവൃത്തിയില്ല. പരസ്പരം മര്യാദ കാണിക്കുക എന്നതേ നിവൃത്തിയുള്ളൂ. ഷാനി, ഇവിടെ നമ്മൾ കാണേണ്ടത് കർണാടക, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ അരുണിനോ കോൺഗ്രസിനോ സാധിക്കില്ല. ഇന്ത്യ മുന്നണിയിൽ നിന്ന് CPMനെ പുറത്താക്കാൻ രാഹുൽ ഗാന്ധിയോട് പറയാമോ? രാഹുൽ ഗാന്ധി ഇതിനെതിരെ പ്രതികരിപ്പിക്കാമോ? രാഹുൽ ഗാന്ധിക്ക് നാക്കുണ്ടെന്ന്, പിണറായി വിജയന്റെ അഴിമതിക്കെതിരെ പ്രതികരിക്കാൻ നാക്കുണ്ടെന്ന് കാണിക്കാനുള്ള ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനുണ്ടോ?
ചോദ്യം. നിങ്ങളുടെ പോയിന്റ് വ്യക്തമാണ്. മൂന്നാമത്തെ ചോദ്യം, BJP ഉള്ളത് കൊണ്ടാണ് ഈ കേസുകൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ലാതെ പപ്പു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്തിനാണ് ഈ ആക്ഷേപവാദങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയമായ പോയിന്റുകൾ ഉന്നയിക്കാൻ എന്തിനാണ് മോശം പദപ്രയോഗങ്ങൾ നടത്തുന്നത് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞ സമയം തീരുന്നതുകൊണ്ട് ശ്രീ അരുൺകുമാർ, നേരത്തെ താങ്കൾ പറഞ്ഞതാണ് വസ്തുത. ഏത് അന്വേഷണം വന്നാലും ഏത് ഏജൻസികൾക്കപ്പുറവും നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കേണ്ടത് ജനങ്ങളോടാണ്. കേരളത്തിലെ ജനങ്ങളോട് ഇപ്പോഴും നിങ്ങൾക്കെതിരെ പുറത്തു വരുന്നത് എന്താണ് ഈ ഇടപാട് എന്ന് രേഖാമൂലം തെളിയിക്കാൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട്. നിങ്ങൾക്ക് അത് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ കഴിയുമോ? നിയമത്തിന് മുന്നിൽ എന്തായാലും തെളിയിക്കണം. അത് ഞങ്ങൾ അന്വേഷണവുമായി സഹകരിക്കുമെന്ന ഔദാര്യ പ്രഖ്യാപനം ആവശ്യമില്ലല്ലോ, അത് അനിവാര്യമാണ്. സഹകരിച്ചേ പറ്റൂ. ജനങ്ങളുടെ മുന്നിൽ ഈ ഇടപാട് സുതാര്യമായിരുന്നു എന്ന് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാണോ ശ്രീ അരുൺകുമാർ? തീർച്ചയായും ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം അതാത് സമയത്തിന് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാറുണ്ട്. ഇപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഓരോ ഘട്ടത്തിൽ നടത്തിയ ഇടപെടലുകൾ അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ പല രൂപത്തിൽ തന്നെ വിശദീകരിച്ച് തന്നെയാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഭരണത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഫെഡറലിസം തകർത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം CPM-ന് അതിശക്തമായിട്ടുള്ള നിലപാടുണ്ട്, LDF-ന് നിലപാടുണ്ട്. അത് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും. അതോടൊപ്പം തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ഭംഗിയായി നടപ്പാക്കി ഞങ്ങൾ മുന്നോട്ട് പോവുക ചെയ്യും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഞങ്ങൾ തരണം ചെയ്യും. ഞങ്ങളെ ആക്രമിക്കുമ്പോഴും നുണപ്രചരണം നടത്തുമ്പോഴും കൂടുതൽ കരുത്തോടെ ജനങ്ങളോടൊപ്പം അണിനിരന്നുകൊണ്ട് ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമായി മാറുക എന്നതാണ് CPM-ന്റെ പ്രത്യേകത. അതുകൊണ്ട് അവർ നുണപ്രചരണം നടത്തിക്കോട്ടെ, ആരോപണം നടത്തിക്കോട്ടെ, അന്വേഷണങ്ങൾ നടത്തിക്കോട്ടെ, നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അതിനെ നേരിടും, സംഘടനാപരമായിട്ടും നേരിടും. അതിനുള്ള കരുത്തും ചങ്കൂറ്റമുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിശക്തമായി ഈ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ജനത്തെ കൈപിടിച്ചുയർത്തിയത്. ആ പ്രതിസന്ധികളെല്ലാം ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത്. മാസങ്ങളും വർഷങ്ങളും ചർച്ച നടത്തിയിട്ടും ഒന്നും കണ്ടുപിടിക്കാനില്ലാതെ CBI-യും ED-യും കസ്റ്റംസും എല്ലാം കുറ്റപത്രം പോലും സമർപ്പിക്കാതെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത് നമ്മൾ കണ്ടതാണ്. ഞങ്ങളുടെ മുൻ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ സഖാവ് ബിനീഷ് കോടിയേരിയെ 1.25 വർഷം ജയിലിലിട്ടപ്പോഴും ഇതേ ED ഇത്തരത്തിലാ പറഞ്ഞത്. ഈ മാധ്യമങ്ങളെല്ലാം ദിവസങ്ങൾ ചർച്ച ചെയ്തു. ആ അസുഖം ബാധിച്ച അവസാന ഘട്ടത്തിലെല്ലാം ആ സഖാവിനെ വളരെ വലിയ രൂപത്തിൽ വേട്ടയാടി 1.25 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു തെളിവില്ല, ദേ പുറത്തേക്ക് ഇറക്കി വിടുന്നു എന്ന് പറഞ്ഞതാണ്. അന്നും ഗൗരവത്തോടെ ചർച്ച ചെയ്ത എല്ലാ ചാനലുകൾക്കും പിന്നെ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് ഈ നുണപ്രചരണങ്ങളെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ദുരുപയോഗം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ നുണപ്രചരണങ്ങളെല്ലാം ചങ്കുറ്റത്തോടെ ഞങ്ങൾ നേരിടും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് മാധ്യമങ്ങളല്ല. ഇവിടെ പക്ഷേ നേരെ തിരിച്ച് മുഖ്യമന്ത്രിയുടെ മകളുടേത്, മുഖ്യമന്ത്രി പാർട്ടി മെമ്പർ പോലും അല്ലാത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി വാദിക്കാൻ പാർട്ടിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും നേരിട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, താങ്കൾ ഇപ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇത്രയും കാലമായി അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ കഴിയില്ല. സേവനം എന്താണെന്ന് ശ്രീ അരുൺകുമാർ, CPM-ന്റെ നേതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ ആക്രമിക്കുക, മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, അതൊക്കെ ഞങ്ങൾ കൃത്യമായി തന്നെ അഡ്രസ് ചെയ്ത് പോയിട്ടുണ്ട്. അതാത് സമയത്ത് അവധിയിൽ മാറ്റി കൊണ്ടുപോകാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതിനുള്ള ശേഷിയൊന്നും ഇല്ലല്ലോ ശ്രീ അരുൺകുമാർ. അതുകൊണ്ട് താങ്കൾ തന്നെ പറഞ്ഞ കേസിലെ വ്യത്യാസം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ജനങ്ങൾക്ക് മുന്നിൽ ഈ ഇടപാട് വിശദീകരിക്കുമോ എന്ന ചോദ്യത്തിന് കമ്മിറ്റ്മെന്റ് ജനങ്ങളോടാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കും. മറുപടി നൽകിയിട്ടില്ല. കൂടുതൽ അംഗീകാരം